ഹലോ നമസ്കാരം. ഇന്ന് നമ്മൾ കേസരിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. റവ കേസരിയാണ്. അതിനാദ്യം പാൻ ചൂടാക്കിയിട്ട് അതിൽ കുറച്ച് നെയ്യ് ഇട്ടിട്ട് നമ്മൾ അണ്ടിപ്പരിപ്പ് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് മാത്രമേ ആക്കുന്നില്ലൂ കേട്ടോ. അതുകൊണ്ട് കുറച്ച് അണ്ടിപ്പരിപ്പ് എടുത്ത് എന്നിട്ട് അത് വറുത്തിട്ട് ഗോൾഡൻ കളർ ആവുന്ന സമയത്ത് അത് മാറ്റി വെച്ചിട്ട് അതിൽ കുറച്ചുകൂടി നെയ്യ് ഇട്ടിട്ട് നമ്മൾ ആവശ്യത്തിനുള്ള റവ വറുത്തെടുക്കുവാന്ന്. അതേ നെയ്യിൽ തന്നെ കുറച്ചുകൂടി നെയ്യ് ഇട്ടോ. നെയ്യ് ഇടുന്നതിന് ടേസ്റ്റ് കൂടും കേട്ടോ. എന്നിട്ട് നന്നായിട്ട് വറുത്തിട്ട് എടുക്കാം. ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. വറുത്തെടുത്തിട്ടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് തണിയാൻ വെക്കണം. ഇത് ഏകദേശം വറുത്തിട്ടായിട്ടുണ്ട്. നമ്മൾ പാത്രത്തിലേക്ക് മാറ്റുവാണ്. ഇത് അണ്ടിപ്പരിപ്പും വറുത്തിട്ടുണ്ട്. ഇത് പാത്രത്തിൽ വറുത്ത റവയും ഉണ്ട് കേട്ടോ. അതൊന്ന് തണിഞ്ഞതിന് ശേഷം നമ്മളിവിടെ അതേ പാത്രത്തിൽ തന്നെ കേട്ടോ ബാക്കി ഉണ്ടാക്കാൻ പോകുന്നത്, കേസരി ഉണ്ടാക്കാൻ പോകുന്നത്. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് ഏലക്കായ ഇട്ടിട്ടുണ്ട് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് നെയ്യും കൂടി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമ്മളെ ഈ റവയില്ലേ വറുത്ത് വെച്ചത്, അത് അതിലിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ടാകുമ്പോൾ നമ്മൾ കുറച്ചുകൂടി വെള്ളം ഒഴിക്കുന്നുണ്ട്. കുറച്ചുകൂടി വെള്ളം ഒഴിച്ചതിന് ശേഷം ഒന്ന് കളറിന് വേണ്ടിയിട്ടാട്ടോ മഞ്ഞൾപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടാൽ മതി. നല്ല കളർ ഉണ്ടാവുന്ന ആ ടേസ്റ്റൊന്നും ഉണ്ടാവുകയും ചെയ്യില്ല. മഞ്ഞൾപ്പൊടീൻ്റെ ടേസ്റ്റൊന്നും ഉണ്ടാവില്ല. അതിന് ശേഷം അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യം കേസരിക്ക് എത്ര മധുരം വേണം അതിന് കണക്കായിട്ടുള്ള മധുരം ഇട്ടാൽ മതി. ഞാനിവിടെ ഒരു 4-5 സ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കണം. ആ സമയത്ത് നമ്മൾ റവ വേവുകയും ചെയ്യും കറക്റ്റായിട്ട്. നമ്മൾ പറയില്ലേ വായിലിട്ടാൽ അലിഞ്ഞ് പോകും, ആ ടൈപ്പ് കേസരി ആട്ടോ ഉണ്ടാക്കുന്നത്. മെയിനായിട്ട് ഇതിൽ വേണ്ട ഇൻഗ്രീഡിയൻ്റ് പറഞ്ഞാൽ നെയ്യാണ്. നെയ്യിൻ്റെ ടേസ്റ്റിൻ്റെ കണക്കായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇത് ഈ അണ്ടിപ്പരിപ്പ് ഇടുന്നുണ്ട് കേട്ടോ, വറുത്ത് വെച്ചത് പൊട്ടിച്ചിട്ടാട്ടോ ഇടുന്നത്. അത് കൂടി കടിക്കാൻ കിട്ടുമ്പോൾ അതിൽ വേറെ തന്നെ ഒരു ടേസ്റ്റ് ആട്ടോ. നല്ല നമ്മളെ കേസരി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഞാനിതിപ്പോൾ ഒരു പാത്രത്തിലിട്ടിട്ട് അതിൻ്റെ ഒരു ഷേപ്പിന് വേണ്ടിയിട്ട് ഇങ്ങനെ കമഴ്ത്തിയിട്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഞാനിത് ഗാർണിഷ് ചെയ്യാം കേട്ടോ. ഒരു അണ്ടിപ്പരിപ്പും കുറച്ച് മത്തൻ്റെ കുരുവുണ്ട്, അതും കൂടി ഒന്ന് പുറത്തേക്ക് കൂടി ഇങ്ങനെ ചുറ്റിനും വെച്ചിട്ട് ഗാർണിഷ് ചെയ്തെടുക്കുന്നുണ്ട്. ഭയങ്കര ടേസ്റ്റാട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എളുപ്പത്തിൽ ഒരു 5 മിനിറ്റേ വേണ്ടു ശരിക്കും ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഞാൻ മുറിച്ചെടുത്തിട്ട് കാണിച്ചു തരാം കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്യുക. നമ്മൾ വായിലിട്ട് അലിഞ്ഞു പോലെ അങ്ങനത്തേനാണ്. അപ്പോൾ താങ്ക് യു.